ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്, മുണ്ടക്കൈ, ചുരലമല പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ ഇന്ന് തുടരുകയാണ്. 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ജനകീയ തെരച്ചിൽ നടക്കുന്നത്. സൂചിപ്പാറ, കാന്തൻപാറ വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപവും തെരച്ചിൽ നടക്കും. ദൗത്യ സംഘങ്ങളുടെ കൂടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ നടക്കുന്നത്. എങ്ങനെയാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത്? എന്താണ് അവിടെ സംഭവിച്ചത്? 13 കിലോമീറ്റർ നീളത്തിൽ 3 ഗ്രാമങ്ങൾ ഒഴുകി മാറിയത് എങ്ങനെയാണ്? നമുക്ക് ആദ്യം ആ കാഴ്ചകൾ ഒന്ന് കാണാം. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്തവർക്ക് ഇനി പൊട്ടിയാൽ ഞങ്ങളൊക്കെ പോകും. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് അകത്തൊക്കെ വെള്ളാനും താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പറ്റാതെ മുക്കാൽ ശതമാനം മുണ്ടക്കൈ ഇല്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാം ഇനി നമ്മളെ സഹോദരങ്ങൾ ആരും ഇല്ല ഇനി അവിടെ. കുറ്റവരുടെ ഇവരൊക്കെ പോയൊരു സങ്കടം മാത്രം. ഞങ്ങൾ നാടും പോയി. എന്ത് ചെയ്യാനാ, ഞങ്ങളെ വിധി ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും എന്റെ ബന്ധുക്കളും എന്റെ മറ്റുള്ളവരും ഒക്കെ പോയി എന്നുള്ള അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട്, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട് ഏകനായി മാറി നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ സമാധാനിപ്പിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു പിടിയില്ല. ഒന്നും എവിടെ എത്തണമെന്നും ഞങ്ങൾക്ക് അറിയേയില്ല. അതാണ് ഞങ്ങളുടെ സ്ഥിതി. എല്ലാം മണ്ണ് കൊണ്ടുപോകുന്നതിന് മുൻപുള്ള ആ രാത്രി, രക്ഷപ്പെട്ടവരെ ജീവിതാവസാനം വരെ ആ ഭീതി പിന്തുടരുമെന്നുറപ്പാണ്. അതിതീവ്ര മഴ പെയ്യുമെന്ന പ്രവചനങ്ങളും മുന്നറിയിപ്പുകളും കടന്ന് മഴ പെയ്തുകൊണ്ടേയിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നിയ ചിലരൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി. വീടുകളിൽ തുടർന്നവർക്ക് മേൽ മഴയും പുഴയിലെ ഉയരുന്ന ജലനിരപ്പും ഭയവും ആശങ്കയും സൃഷ്ടിച്ചു. വീടുകളിലേക്ക് വെള്ളവും ചെളിയും ഇരച്ചെത്തി തുടങ്ങി. പുഞ്ചിരിമറ്റത്ത് ആദ്യ ഉരുൾപൊട്ടിയപ്പോൾ വീടുകളിൽ നിന്നിറങ്ങി നിന്നവർ, സുരക്ഷിത സ്ഥാനം നേടിയവർ, എല്ലാം കഴിഞ്ഞെന്ന ആശ്വാസത്തിൽ നിന്ന ആ മനുഷ്യർക്ക് മീതെ അടുത്ത ഉരുൾ. വീട്, വിവാഹം, വിദ്യാഭ്യാസം, സകല സ്വപ്നങ്ങളെയും നാമാവശേഷമാക്കി ചൂരൽമലയിലും മുണ്ടക്കൈയിലും ദുരന്തപ്രവാഹം കടന്നുപോയപ്പോൾ ഇല്ലാതായത് മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളാണ്. അടുത്ത ദിവസം കേരളം കണ്ണു തുറന്നത് കണ്ണ് നിറയ്ക്കുന്ന കാഴ്ചകളിലേക്കാണ്. ഞൊടിയിടയിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരുന്നു ആ ഉരുൾപൊട്ടൽ. മിഞ്ഞാന്ന് വൈകുന്നേരം എന്റെ പെങ്ങള് വിളിച്ചിരുന്നാണ് എനിക്ക്. എന്റെ മൂത്ത ചെക്കന്റെ ഭാര്യക്ക് പള്ളിയിലുണ്ട്, മുത്തച്ചാണാകാൻ പോവാണൊക്കെ പറഞ്ഞ് അങ്ങനെ അവളെ പോയി. മരിച്ചവരിൽ പകുതിയും ഇനിയും കാണാമറയത്താണ്. കാണാതായവർ ആ മൺകൂനകൾക്കടിയിലുണ്ടാകും. പള്ളിയും പള്ളിക്കൂടവും എന്നുവേണ്ട സകലതും തുടച്ചു നീക്കിയ ദുരന്തത്തിന് പിന്നാലെ കേരളം കണ്ടത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം. ദുരന്തമുഖത്തെ മലയാളി പ്രത്യേക സ്പീഷീസാണെന്ന് വീണ്ടും ലോകം തിരിച്ചറിഞ്ഞു. എവിടെ നിന്നൊക്കെയോ വണ്ടി കയറി വയനാട്ടിലെത്തി. പേരറിയാ മനുഷ്യരെ തേടി കുത്തിയൊഴുകുന്ന പുഴയിലും അരയ്ക്കൊപ്പം ചെളിയിലും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും അവരിറങ്ങി.
ബെയിലിപ്പാലം അടക്കം ദുരന്തഭൂമിയിൽ രക്ഷാകരം നീട്ടി വയനാടിനെ പിടിച്ചുയർത്തിയ നമ്മുടെ സേനാവിഭാഗങ്ങൾ. പോലീസും ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനയും പിന്നെ നേരത്തെ പറഞ്ഞ അസംഖ്യം പേരറിയാ മനുഷ്യരും. മഹാകേരളത്തിന്റെ മഹനീയമായ മാതൃക കണ്ട മണിക്കൂറുകൾ. ഇനി വയനാടിന് വേണ്ടത് അതിജീവനമാണ്. ജീവിതം നഷ്ടമായ മനുഷ്യരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് കേരളം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരള മനസാക്ഷിയുടെ കരുണയും ഐക്യവും പ്രവഹിക്കുകയാണ്. സമൂഹത്തിന്റെ നാനാതുറയിലുള്ള മനുഷ്യർ വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ഒന്നിക്കുകയാണ്. ഈ നാട് തിരിച്ചുവരുമെന്ന് വയനാടിനെ നോക്കി ലോകമൊന്നടങ്കം പറയുകയാണ്. തിരിച്ചു വരാതിരിക്കാനാകില്ലല്ലോ, നമ്മൾ മലയാളികളല്ലേ, നമ്മുടെ കേരളമല്ലേ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.